ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചിക്കൻ കൊണ്ടാട്ടം കഴിച്ചവർക്ക് അറിയാൻ പറ്റും, നല്ല ടേസ്റ്റി ആണല്ലോ അല്ലേ ഇത്. അപ്പോൾ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കേണ്ട റെസിപ്പിയാണ്. കഴിക്കാത്തവരും ഉണ്ടാക്കി നോക്കേണ്ട റെസിപ്പിയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1 കിലോഗ്രാം ചിക്കൻ ഇവിടെ കഴുകി നന്നായിട്ട് വൃത്തിയായിട്ട് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 1 കിലോഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏത് പീസ് വേണമെങ്കിലും എല്ലുള്ളതോ എല്ലില്ലാത്തതോ ബ്രസ്റ്റ് പീസ് ഏതായാലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് മസാല എന്ന് പറയുന്നത് ആദ്യം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 2.5 ടീസ്പൂണ് മുളക് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2.5 ടീസ്പൂണാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്കിതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വല്ലാതെ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല, അതൊക്കെ നമ്മൾ പിന്നീട് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സായ ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള ചിക്കൻ എല്ലാം കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ച് കൊടുക്കുക. മസാല എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടങ്ങ് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു മിനിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ്, മിനിമം ഒരു 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. എന്നിട്ട് ഈ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഒരു ചട്ടിയിൽ ഓയിൽ ചൂടായ ശേഷം അതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആവുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണ്ട, ഇത് നല്ല സോഫ്റ്റായിട്ട് കുക്കാവുമല്ലോ, ആ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വന്നാൽ നമ്മളിത് കഴിക്കുമ്പോൾ ഒരു ഡ്രൈ ആയിട്ടിരിക്കുക. അപ്പോൾ കുറച്ചൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇങ്ങനെ ഞാൻ 3 ബാച്ചായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. വലിയ വീതിയിലുള്ള പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താലും മതി. ഇനി ആ ഒരു ഓയിലിൽ തന്നെ ഒരു 6 മുതൽ 7 വരെ വറ്റൽമുളക് പൊട്ടിച്ചിട്ട് അതും ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 7 കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 7 എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഓയിലിൽ നിന്ന് കുറച്ചങ്ങ് മാറ്റിയിട്ടുണ്ട്, അത് മുഴുവനായിട്ട് നമുക്ക് വേണ്ട കേട്ടോ. അതിൽ നിന്ന് കുറച്ച് ഓയിൽ മാറ്റിയതിന് ശേഷം അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 20 ചെറിയുള്ളി ഉണ്ടാവും. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയുള്ളിയാണ് ഇതിൽ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ 20 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് അതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ആ ഉള്ളിയിലേക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ ചിക്കനിലൊക്കെ ഓൾറെഡി ഉപ്പുള്ളതാണ്. അപ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതൊരു 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ടാവും. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുക. അതെല്ലാം നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1.5 ടീസ്പൂണ് ക്രഷ് ചെയ്തിട്ടുള്ള വറ്റൽമുളക് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1.5 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സംഭവമാണിത്. പച്ചമുളകും ക്രഷ് ചെയ്ത വറ്റൽമുളകും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ മുളക് പൊടി ആദ്യം ചേർത്തു. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്തിട്ട് അതിലേക്ക് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതൊക്കെ കുറച്ച് മതി കേട്ടോ. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ വറ്റൽമുളക് ക്രഷ് ചെയ്തതും വറ്റൽമുളക് വറുത്ത് കോരുന്ന ആ ഒരു സ്റ്റേജൊന്നും ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ പൊടികളെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെളിച്ചെണ്ണയിൽ നിന്ന് ഞാൻ കുറച്ച് കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കുറവായി എന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ചൂടായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ആ ഒരു പച്ച ചുവ ഇതിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ ഞാൻ പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം വിട്ടുപോയത്, ഞാൻ ഓയിൽ എന്ന് പറഞ്ഞത് ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലാകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വറ്റൽമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ബാക്കിയുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല കൂടി ചേർത്തിട്ട് നമുക്ക് വാങ്ങി വെക്കാം. അത്ര സിമ്പിളാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് കമ്പൈൻ ആകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മതി കേട്ടോ ഗരം മസാല, കൂടി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പൈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു ചിക്കൻ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഞാൻ എന്നും പറയുന്നതാണ്, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ കാണും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം എനാബിൾ ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.